ക്യാരറ്റ് വെച്ചിട്ട് ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞ് മുറിച്ചിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ജീരകശാല റൈസ് ഉണ്ടല്ലോ അത് കഴുകിയെടുത്തതും 2 ടേബിൾ സ്പൂൺ ചവരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കൊന്ന് ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് എടുത്തിട്ട് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതാ നമ്മൾ വെന്ത് വന്നിട്ടുള്ള ആ ഒരു റൈസും ചൗരി ഉണ്ടല്ലോ ആ ഒരു റൈസ് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു അരിയും ചൗരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ലിറ്റർ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. കൂടെ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിനായിട്ട് പഞ്ചസാരയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.